വീട് പണിയുമ്പോൾ 4 മൂലകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ അടുത്ത സമയത്ത് ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ ഇതിൻ്റെ 4 മൂലകളും നഷ്ടപ്പെട്ടു പോയി. 4 മൂലയും ഇല്ലാത്ത വീട്. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇങ്ങനെയും വീടുകളുണ്ടോ എന്ന്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള വീടുകളാണ് നമ്മൾ ഈ കൺസൾട്ടിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നത്. ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുന്നതിനപ്പുറത്തോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പണിയുമ്പോൾ ചില ദിശകൾ, ചില ദിക്കുകൾ നമ്മൾ അവഗണിച്ചാലുള്ള കാര്യം. ഇപ്പം എനിക്കറിയാവുന്നൊരു വീട്, അവർ വീട് പണിഞ്ഞിരിക്കുന്നത് ഈ രീതിയിലാണ്. അതായത് ഇങ്ങനെ വീട് പണിഞ്ഞിരിക്കുന്നത്. ഇത് സൗത്താണ്, ഇത് നോർത്താണ്, ഇത് വെസ്റ്റാണ്, ഇത് ഈസ്റ്റാണ്. സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഇത്തരത്തിൽ ഒരു വീട് അവർ പണിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇരിക്കുകയാണ്, 9 ഇരിക്കുന്നു. ഇതിൽ എന്താ സംഭവിച്ചത്? ഈ വീടിൻ്റെ നോർത്ത് ഭാഗം അവർ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നോർത്ത് ഭാഗം മിസ്സിങ് ആയി കഴിഞ്ഞാൽ, അപ്പം ഞാനത് ഫെങ്ഷുയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഫെങ്ഷുയിലെ 2 ദിക്കളെന്ന് പറയുന്നത് നോർത്തും സൗത്തുമാണ്. ഫെങ്ഷുയാണ് പറയുന്നത് നോർത്തും സൗത്തുമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് 9 നമ്മൾ ഡിവൈഡ് ചെയ്തു. ഒരു 5 എലമെന്റിന്റെ, ഒരു പഞ്ചഭൂതത്തിന്റെ ഒരു തിയറി ഇതിനകത്തുണ്ട്. അത് എർത്ത്, മെറ്റല്, വുഡ്, വാട്ടർ, ഫയർ. ഇതാണ് ഫെങ്ഷുയിൽ പറയപ്പെടുന്ന ഈ പഞ്ചഭൂതങ്ങൾ. ഇത് ഇവിടെ നമ്മുടെ വാസ്തുവിൽ ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം അങ്ങനെയാണ് 5ആയി തിരിക്കുന്നതെങ്കിൽ ഇവിടെ വായുവും ആകാശവും മെറ്റലും വുഡുമായി മാറുകയാണ്. അതായത് നമുക്ക് എടുത്ത് പെരുമാറാൻ പറ്റുന്ന 5 എലമെന്റ്സ് ആയിട്ടാണ് ഫെങ്ഷുയിൽ അതിനെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ 9 കളങ്ങൾക്കകത്ത് ഈ 5 എലമെന്റ്സും ഉണ്ട്. അതിൽ എല്ലാ എലമെന്റുകളും ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സൗത്ത് വെസ്റ്റ് ഇരിക്കുന്ന എലമെന്റ് എർത്ത് എലമെന്റ് ആണ്. വീടിന്റെ സെൻട്രലിൽ ഇരിക്കുന്ന എലമെന്റോ അതും എർത്ത് എലമെന്റ് ആണ്. നോർത്ത് ഈസ്റ്റിൽ ഇരിക്കുന്നതോ അതും എർത്ത് എലമെന്റ് ആണ്. അപ്പോൾ എർത്ത് എലമെന്റ് തന്നെ 3 സ്ഥലത്ത് വന്നിരിക്കുന്നു. അതേസമയം ഒരു വീടിന്റെ സൗത്തിൽ വന്നിരിക്കുന്ന എലമെന്റ് ഫയർ എലമെന്റ് ആണ്, അഗ്നിയാണ്. നോർത്തിൽ വന്നിരിക്കുന്നത് വാട്ടറാണ്. ഈ 2 എലമെന്റ് മാത്രം ഒരു സ്ഥലത്ത് ഇതേ ഉള്ളൂ. വടക്കല്ലാതെ വേറൊരു സ്ഥലത്ത്, നോർത്തിലല്ലാതെ വേറൊരു സ്ഥലത്ത് വാട്ടർ എലമെന്റ് ഇല്ല. സൗത്തിലല്ലാതെ വേറൊരു സ്ഥലത്ത് ഫയർ എലമെന്റും ഇല്ല. അപ്പോൾ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ സൗത്തോ നോർത്തോ മിസ്സിംഗ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഇവിടെ ഈ വീട് പണിഞ്ഞപ്പോൾ ഇവിടെ നോർത്ത് ഈസ്റ്റ് അവർ മിസ്സിംഗ് ആക്കിയെന്ന് വെച്ചോ, ഫെങ്ഷുയാണ് പറയുന്നത്. നമ്മുടെ വാസ്തുവിൽ അത് വലിയ തെറ്റാണ്. നോർത്ത് ഈസ്റ്റ് മിസ്സിംഗ് ആക്കിയെന്ന് വെച്ചോ, ഈ എലമെന്റിന്റെ ബാലൻസിങ് അവിടെ നടക്കും. കാരണം സെൻട്രലിലും എർത്തുണ്ട്, സൗത്ത് വെസ്റ്റിലും എർത്തുണ്ട്. അതേസമയം ഇതിന്റെ സൗത്തോ നോർത്തോ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ ബാലൻസിങ് തെറ്റും. പഞ്ചഭൂതങ്ങളുടെ ആ ഒരു ബാലൻസിങ്, ആ ഒരു അലൈൻമെന്റ് തെറ്റെന്ന് പറഞ്ഞാൽ നോർത്ത് മിസ്സിംഗ് ആയി, ഒരു എലമെന്റ് അവിടെ മിസ്സായി, ഒരു വാട്ടർ എലമെന്റ് അവിടെ മിസ്സായി. അപ്പം ഇത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഫെങ്ഷു പ്രകാരമുള്ള 2 ദിക്കുകൾ, ഒന്ന് സൗത്തും ഒന്ന് നോർത്തുമാണ്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. എനിക്കറിയാവുന്ന ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അത് നോർത്ത് മിസ്സിംഗ് ആണ്. അവർ തൊഴിൽപരമായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതെന്താ തൊഴിൽപരമായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ കാരണം? നോർത്തിന്റെ സൗഭാഗ്യം എന്താണ്? തൊഴിലാണ്. അപ്പോൾ അവർക്ക് അവിടെ തൊഴിലിന്റെ ഡയറക്ഷൻ മിസ്സിംഗ് ആയി. മാത്രമല്ല ഒരു വലിയ എലമെന്റും മിസ്സിംഗ് ആയി. ആ എലമെന്റ് എന്താണ്? വാട്ടർ എലമെന്റ് ആണ്. ഇപ്പോൾ ഫെങ്ഷുയിൽ ജലം സമ്പത്തായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. ഇത് ഒരു 6 റോഡ് വിൻഡ് ചെയിംസ് ആണ്. അതായത് 6 പൈപ്പുകളുള്ള ഒരു ബെല്ലാണ്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാം. അതേസമയം ഇത് സ്ഥാനം തെറ്റി ഉപയോഗിച്ചാൽ കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇത് ഉപയോഗിക്കാവുന്ന ഒരു പ്രധാന ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ്, ഗൃഹനാഥന്റെ സപ്പോർട്ടിങ്ങിന് വേണ്ടി. 2 നോർത്തിൽ ഉപയോഗിക്കാം. 3 2026 സൗത്തിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു ലക്ഷ്മിയും കുബേരനും കൂടെ ഉള്ളൊരു സ്റ്റാച്യു
ഇത്തരത്തിലുള്ളൊരു സ്റ്റാച്ചു നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റാച്ചു വാങ്ങിച്ച് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഇത് കുവാൻ കുങ് എന്ന് പറഞ്ഞൊരു സ്റ്റാച്ചു ആണ്. പ്രധാന വാതിലോട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഇതിന്റെ കയ്യിലൊരു വാളുമായിട്ട് നിൽക്കുന്നതാണ് ഈ സ്റ്റാച്ചു. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.